ഞാനാണ് സാർ. രായപ്പനെ പോകുന്നു. കുറച്ചു നേരമായി സാർ. വാ. എന്താണോ തല്ലുംപടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? താൻ എന്താ വെച്ചാ തല്ലിയത്? തുഴ വെച്ചാ സാർ. സാർ ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. രായപ്പനെ ഇട്ടോട്. രായപ്പാ അരമുറി. ഓ എന്താണോ? ഈ ഫയല് പരമേശ്വർ സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. ആണോ? എന്നാ രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. വൈകിട്ടാണോ സാർ? ശരി. എടോ, ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കുരയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തെർസിയാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ, ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിലിത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ചാക്കേട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ചേട്ടാ, ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവള് എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരോ ഇറങ്ങിക്കോളൂ ജാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നത്. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? എസ് ഐ സാർ നന്നായിച്ചാ. ഏതാ മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയായിട്ട് വന്നാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ, എന്നാ പേടിയാന്നേ. ഞാൻ പിടിച്ച് തിന്നത്തൊന്നും ഇല്ല. അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നെ വിടൂന്നേ. വിട്. അയ്യോ. എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളിപ്പദം വല്ലതറിയോ? പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക. ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തോരോ പെണ്ണില്ല മണ്ണില്ല തുണനവും. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സാഹിബ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ, വികൃതം, ഗോഷ്ടി. സാറേ, ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തം പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ടില്ലേ കള്ളനാണെന്ന്. ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ? ഉറങ്ങണം സാർ. അതിന് ഞാൻ എന്ത് വേണം? താരാട്ട് പാടണം? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ കിടന്നോളാൻ എസ് ഐ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ, അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ, ആ സെല്ലും തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. പോ 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 പോ. എന്താ മുഖത്തത്ര ഗൗരവം? പിന്നെന്താ, ഞാൻ പല്ലടിച്ച് നടക്കണോ? പല്ലിളിക്കൊന്നും വേണ്ട, കാണുമ്പോ ഒന്ന് ചിരിച്ചൂടെ? തനിക്ക് മുഖം ചേരുന്നില്ല. ഓ, ഞാൻ സഹിച്ചോളാം. മാറി. എനിക്കറിയാം എന്താ കാരണം. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം. എസ് ഐ സാർ ചാക്കേട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ. എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്രക്കാരിയാണെന്ന്. എന്തിനാ ഈ എസ് ഐ പറയുന്നതെല്ലാം ചെയ്യാൻ പോകുന്നത്? പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? നല്ല കഥയെ, മേലുദ്യോഗസ്ഥനല്ലേ. ഓ, അത്രയല്ലേ ഉള്ളൂ. അയാളുടെ വീട്ടുവേലക്കാരനല്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. സാറല്ലേ കട നോക്കാൻ വന്നേ? മാധവൻപിള്ള. അതെ, മണി 8 ആയത് മുതല് സാറിനെയും കാത്ത് കുറ്റി അടിച്ചതിനോട് നിൽക്കായിരുന്നു. അന്നത്തെ
മുറിയുടെ കാര്യമൊക്കെ ആഫീസ് പറഞ്ഞിരുന്നല്ലോ. നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിക്കൊന്നും വേണ്ട. കൂടെ തന്നെ ഉണ്ട്. സാർ ഒന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളിയൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം. കേട്ട ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ആ, ഇതാണ് കട. പഴയ ഒരു സ്റ്റുഡിയോ ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇത് മതിയാവും. പുറകിലൊരു ടാപ്പുണ്ട്. അതിനോട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു. എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ഓ ഓ ഓ എന്താണ് പരിപാടി അമ്മാവോ? അമ്മാവ നിന്റെ അമ്മയുടെ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അവന്റെ വാല ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട് വെറുതെ മനുഷ്യനെ കെടുത്താൻ ഈ കാട്ടുമുക്കില പറയാൻ പറ്റില്ലെന്നേ. വല്ല കള്ളന്മാരും കയ്യിലൊന്ന് ചാടിയാലോ? കള്ളന്മാരും എന്റെ കയ്യിൽ വന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ. അവർക്ക് ഫുൾ നൈറ്റ് വേറെ പണി ഉണ്ടാക്കാന്. ഇത് വെറുതെ ഉറക്കുളക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയി ഉറങ്ങാൻ പോവാ. താനും പോയി കിടന്നോ. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം. ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് നടന്നാ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. താൻ വേണേ നടന്നു. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പിടക്കോഴൊക്കെ ഉള്ള ആചാനെ. ഗുഡ് നൈറ്റ്. അവിടെ നിൽക്കാൻ നാശം. അവിടെ നിൽക്കാൻ ആള് പോയതുണ്ടല്ലേ? അവൻ ഇതിനകത്തോട്ട് കയറിയെന്നാ തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശ്വ തമ്പുരാനെ. തേങ്ങാക്കള്ളം നാണുമായിരിക്കും സാറേ. ആഹാ, ആ ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ച് പുറത്തിടണം സാറേ. അവന്റെ കഥ നിങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ? ഒന്ന് കയറി നോക്കണം സാറേ. ചെല്ലണം സാറേ. ആ, കഴിവേണ്ട പോനെ. കള്ളം പോയി. പുറകു വശത്ത് വെയിൽ വിളിച്ചവൻ ആ വഴി പോയി. വഴിയില്ല. നിങ്ങൾ ഈ വഴി വിട്ടോ. വടക്കക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാ. ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറയോ സാർ, ഫയൽമാൻ അറുപത് പിള്ളക്ക് ഭ്രാന്തമായിരിക്കുന്നു സാർ. അതിന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. അടിച്ച് താഴെ ഇടുക. അയ്യോ സാർ, ഒരു കട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസെങ്കിലും ഉടനെ കയറ്റിയേ പറ്റൂ സാർ. ആ വരാം. താങ്കളൊന്ന് കീറാതെ. ശ്രീനിവാസൻ സാർ, മാർക്കറ്റിന് അവിടെ ഒരുത്തം കിടന്ന് ബേളം ഉണ്ടാക്കുന്നു. എന്നെ വിളിച്ചോണ്ട് വാ. ബലം എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി. കൂടെ പോരും. പട്ടികളെ കൊല്ലുമില്ലാതിനെ. ആ, എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ.
പട്ടികളെ, കൊല്ലുകളെ. ചുണയുണ്ട് വേണം, ചുണയുണ്ട് കൊല്ലുക. കൊല്ലും. പോലെ അതൊക്കെയല്ലേ സാറേ മുഴുവൻ വട്ട. ഇപ്പൊ 4-5 അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം. എന്താ പേര്? താഴ്വാൻ ആർമുഖമുള്ള സാർ ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. സാറേ 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 പോലെ സാറേ പോകല്ലേ സാറേ, സാറേ പോകല്ലേ. അടി അടുത്ത് വന്ന അടി കൊല്ലി. താഴെ 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 ഇട്ട. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ, ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയാ. ഒന്ന് അടങ്ങി കിടക്കണോ? സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. ഇതാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പെണ്ണെ വാങ്ങിക്കുന്നതിന്റെ അയാൾ എന്നെ എടുത്തെറിയ ഞാൻ വിചാരിച്ചോ? എടോ, മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകും. അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ?